ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റിയുടെ ഇൻഡെക്സ് മൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വിറ്റി ആൽഗോ ആണ്. അപ്പോൾ നമുക്കറിയാം നിഫ്റ്റി 50യിൽ 50 സ്റ്റോക്സുകളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിഫ്റ്റി 50യിലെ വെയിറ്റേജ് ഉള്ള സ്റ്റോക്സുകളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കാണിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. അതായത് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നത് റിലയൻസ് ആണ്. ഏകദേശം 9.35% വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ബേസ് ചെയ്ത് നമുക്ക് റിലയൻസിൽ എൻട്രി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 5 ഇയേഴ്സിൻ്റെ വെബ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് താഴെ വരുമ്പോൾ ഓട്ടോമേറ്റിന് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കോർണറിൽ ക്രിയേറ്റ് ഓട്ടോമേഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജി അതിന് സ്റ്റാർട്ടാണ്. നമുക്ക് എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഏകദേശം ഒരു 9:30 സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ, അപ്പോൾ ഡെയിലി 9:30 സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് 9:30 നിഫ്റ്റി 0.5% മുകളിലോ താഴെ വരുമ്പോൾ നമുക്ക് റിലയൻസ് ബൈ അല്ലെങ്കിൽ സെല് ചെയ്യുന്ന രീതിയിലാവണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കണ്ടീഷൻ ഇനി സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റേഞ്ച് ബ്രേക്കൗട്ട് മാറ്റിയിട്ട് പ്രൈസ് ബ്രേക്കൗട്ടിൽ പേഴ്സൻറ്റേജ് ചേഞ്ച് ബ്രേക്കൗട്ടാണ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇനി ഇവിടെ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് വരുമെന്ന് നോക്കാം. നമുക്കിവിടെ നിഫ്റ്റി 50 സെലക്ട് ചെയ്യണം. നിഫ്റ്റി 50 ഇൻഡെക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റർ ദാൻ വാല്യൂ 0.5 ആണ് കൊടുക്കുന്നത്. അപ്പോൾ 0.5ന് മുകളിൽ പെർസെൻറ്റേജ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ റിലയൻസ് ബൈ ചെയ്യണം. ഇവിടെ അതേപോലെ കൊടുക്കാം. ഡേ പെർസെൻറ്റേജ് ചേഞ്ച് ബ്രേക്കൗട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിഫ്റ്റി 15 സെലക്ട് ചെയ്യാം. ഇവിടെ 0.5 ഗ്രേറ്റർ ദാൻ ഉള്ളത് ലെസ് ദാൻ ആക്കണം. അപ്ലൈ ചെയ്യും. ഇത് ബൈക്കും ഇത് സെല്ലിനുമാണ്. ഇനി നമുക്ക് വെയിറ്റ് ടൈം ഉണ്ട്. അതായത് നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് വെയിറ്റ് ടൈം എടുക്കാൻ സാധിക്കും. ഇവിടെ വെയിറ്റ് ടൈം ഉണ്ട്. വെയിറ്റ് ടിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കൊരു 3 മണി കൊടുക്കാം. ഓക്കെ, അപ്ലൈ കൊടുക്കാം. ഇനി നമ്മളിത് കണക്ട് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാം, കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ 9:30 ഇതിലേതെങ്കിലും കണ്ടീഷൻ മാച്ച് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് 0.5% മുകളിലാണെങ്കിൽ ബൈ ചെയ്യുന്ന രീതിയിൽ ആക്ഷനിൽ പ്ലേസ് ഓർഡർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. പ്ലേസ് എനി ഓർഡർ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേസ് സിമ്പിൾ ഓർഡർ ഉണ്ട്, ഓപ്ഷൻ ഓർഡർ ഉണ്ട്, ഫ്യൂച്ചർ ഓർഡർ ഉണ്ട്, സിമ്പിൾ ഓർഡർ ഉണ്ട്. നമ്മൾ ഇക്വിറ്റി ആയതുകൊണ്ട് സിമ്പിൾ ഓർഡർ എടുക്കാം. ഇനി റിലയൻസ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ലോട്ട് ഉണ്ട്. നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് ആഡ് ചെയ്യേണ്ടത് അത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു 10 ക്വാണ്ടിറ്റി ഒക്കെ കൊടുത്താൽ മതി. കാരണം നമുക്കിതിൽ പേപ്പർ ട്രേഡിംഗ് ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ മാർക്കറ്റിൽ തന്നെ ട്രേഡ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. നമുക്ക് ഒരു ക്വാണ്ടിറ്റി ഒക്കെ ഇട്ട് നമുക്കത് നമ്മുടെ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് 10 ക്വാണ്ടിറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഓർഡറിലാണ്. ഇവിടെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 20 പോയിൻ്റ് ടാർഗറ്റ് ആണെങ്കിൽ 20 പോയിൻ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഇനി സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ താഴെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഇനി അതല്ല നമുക്ക് ടാർഗറ്റ് വേണ്ട, ട്രെയിൽ ചെയ്താൽ പോയാൽ മതിയെങ്കിൽ ഈ ടാർഗറ്റിൻ്റെ ടിക്ക് ബട്ടൺ മാറ്റാം. അതിലൂടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് വരാം. അപ്പോൾ എത്ര മൂവ്മെൻറ്റ് ആകുമ്പോഴാണ് നമുക്ക് ട്രെയിൽ ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് 10 പോയിൻറ്റ് മൂവ് ചെയ്യുമ്പോൾ 5 പോയിൻറ്റ് ട്രെയിൽ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, വൺ സൈഡ് ഡയറക്ഷനിൽ മൂവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കിട്ടും. നമുക്ക് അപ്ലൈ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിത് കണക്ട് ചെയ്താൽ മതി. ഇവിടുന്ന് വീണ്ടും ഇത് കോപ്പി ചെയ്യാം, ക്ലിക്ക് എഡിറ്റ് ചെയ്യാം. ഇനി നമ്മൾ സെല്ലാണ്. ഇത് ഓവർനൈറ്റ് മാറ്റി നമ്മൾ ഇൻട്രാഡേ ആക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ഇൻട്രാഡേ ആക്കണം. ഓവർനൈറ്റ് കിടക്കുന്നത് അത് ഇൻട്രാഡേ ആക്കാം. നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് നോക്കുന്നത്, ഇൻട്രാഡേ ആക്കാം. വേറെ ചേഞ്ച് ഒന്നും വരുത്താനില്ല. അപ്ലൈ കൊടുക്കാം. ഇനി ഇതും കണക്ട് ചെയ്യാം. അവിടെ 3 മണിക്ക് ഓട്ടോമേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ സ്റ്റോപ്പ് ഓട്ടോമേഷൻ ക്ലിക്ക് ചെയ്യാം.
സ്ക്വയർ ഫോൾ പൊസിഷൻ. അപ്പോൾ ഇങ്ങനെ രീതിയിൽ നമുക്ക് ആൽഗോ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി അതിൽ നമുക്ക് ഫിക്സ്ഡ് ടാർഗറ്റും അല്ലെങ്കിൽ പ്രോഫിറ്റും വേണമെങ്കിൽ ജസ്റ്റ് വീണ്ടും നമ്മളിവിടെ പോവാം. കണ്ടീഷനിൽ പോയിട്ട് ഓവർ സെലക്ട് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടോട്ടൽ P&L അത് ക്ലിക്ക് ചെയ്തിട്ട് ടോട്ടൽ P&L ഉണ്ട് ഇവിടെ. ടോട്ടൽ P&L ഗ്രേറ്റർ ദാൻ, ഇപ്പോൾ നിങ്ങൾക്ക് 1000 രൂപയാണ് പ്രോഫിറ്റ് നോക്കണമെങ്കിൽ 1000 സെലക്ട് ചെയ്യാം, അപ്ലൈ കൊടുക്കാം. ഇനി ലോസ് ആണെങ്കിൽ ടോട്ടൽ P&L ഇവിടെ ലെസ് ദാൻ കൊടുക്കാം. ഇപ്പോൾ 500 ആണെങ്കിൽ 500 കൊടുക്കാം, -500 കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്ലൈ കൊടുക്കാം. അപ്പോൾ ഇത് എന്നിട്ട് ഇവിടെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം ഇത് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമേഷൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ഓട്ടോമേഷൻ കൊടുത്താൽ മതി. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, നമുക്ക് ടാർഗറ്റ് ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അതായത് 9:30 ഇതിലേതെങ്കിലും കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ടോ നോക്കും. അതായത് 0.5 മുകളിലാണ് നിഫ്റ്റി ഉണ്ടെങ്കിൽ റിലയൻസ് ബൈ ചെയ്യും. നമ്മൾ ക്വാണ്ടിറ്റി നമുക്ക് ഫിക്സ് ചെയ്യാം, എത്ര ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണെങ്കിൽ അതേപോലെ തന്നെ 5.5 താഴെയാണെങ്കിൽ നമുക്ക് മൈനസ് ചേർക്കണം. -0.5 താഴെയാണെങ്കിൽ നമ്മൾ റിലയൻസ് സെല്ലാവും. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രെയിലിംഗ് ഹിറ്റ് ചെയ്യുന്നവരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് വെയിറ്റിൽ 3 മണിക്ക് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഓട്ടോമേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ. അതേപോലെ തന്നെ നമ്മളിവിടെ പൊസിഷൻ പ്രോഫിറ്റ് ചെക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിതല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ഫിക്സഡ് പ്രോഫിറ്റ് വയ്ക്കാം, അല്ലെങ്കിൽ ലോസും വയ്ക്കാം. ആ ഒരു ലോസ് ഓഫ് പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കതുപോലെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ റിലയൻസിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് HDFC ബാങ്ക് വേണമെങ്കിൽ HDFC ബാങ്ക് നോക്കാം, ഭാരതി എയർടെൽ വേണമെങ്കിൽ ഭാരതി എയർടെൽ നോക്കാം. അപ്പോൾ നമ്മൾ ടോപ്പിലുള്ള ഒരു 10 സ്റ്റോക്സുകളുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്സ് നോക്കിയാൽ മതി. അപ്പോൾ അതായിരിക്കും നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന സ്റ്റോക്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇക്വിറ്റി ആൽഗോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എൻ്റെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ നിങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, അതിന് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ആണെങ്കിൽ ആൽഗോൻ്റെ പേര് കൊടുക്കാം, ബെഞ്ച് മാർക്ക്. ബേസ്ഡ് ആൽഗോ. ഇപ്പോൾ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കാം. ഇപ്പോൾ കൺഫേം ചോദിക്കും, ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആൽഗോ ഇപ്പോൾ റണ്ണിങ് ആണ്. അപ്പോൾ എല്ലാ ദിവസവും 9:30 അത് റൺ ചെയ്തോളും. ഇപ്പോൾ ഷെഡ്യൂൾഡായി കിടക്കുകയാണ്. എല്ലാ ദിവസവും 9:30 ആകുമ്പോൾ ഓട്ടോമാറ്റിക് അത് റൺ ചെയ്തോളും. അപ്പോൾ ഏതെങ്കിലും പൊസിഷനൊക്കെ കിടക്കുകയാണെങ്കിൽ നമുക്ക് മൊബൈലിൽ നിങ്ങൾ ഫയർസിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.